അല്ലെങ്കിൽ കുടുങ്ങിവിടെ. എന്തായാലും നീ ഏതെങ്കിലും ഒരു ചൂണ്ടയിൽ കുടുങ്ങാനുണ്ടല്ലോ. വൈകുന്നേരം പോയിട്ട് വേറെ പണിയുണ്ട്. എടാ രാജേഷ, എടാ സജി, എത്ര കാലായിട്ട് കണ്ടിട്ട്? നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നമ്മളെയൊക്കെ മറന്നില്ലേ? മറന്നല്ലോടോ, ഓരോ ആവശ്യം കഴിഞ്ഞ് ഞാൻ പുറത്തേന്. ഇനിയൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അല്ല, നിനക്കിപ്പോൾ എന്താ പരിപാടി? ഞാനിങ്ങനെ ഓരോ കച്ചവടം കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അതാണ് എന്നെ ഇവിടെ കാണാത്ത. ഇനി വാ. എടാ, ഞാൻ എന്തായാലും ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് നിൻ്റെ അഭിപ്രായത്തിൽ ഏതാ? റിയൽ എസ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണ്. മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ പൈസ പോകും, ഉണ്ടാവില്ല. പക്ഷേ അത് കുറെ വെയിറ്റ് ചെയ്യണ്ടാ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പാർട്ടീനെ കണ്ടുപിടിച്ച് അത് പിന്നെ ഇതാക്കി അതൊക്കെ ചെയ്യണ്ടേ. നമുക്കിപ്പോൾ ഒരു പെട്രോൾ പമ്പ് എന്ന് തുടങ്ങിയത്. അത് നല്ല മെച്ചമുള്ള പരിപാടിയല്ലേ. പിന്നെ എണ്ണ അടിക്കാണ്ട് ഇപ്പോൾ വണ്ടിയൊന്നും ഓടില്ലല്ലോ. നല്ല ലാഭമുള്ള പരിപാടിയാണത്. ഇപ്പം എണ്ണയിൽ ചില്ലറ പൈസയിലുള്ള ലാഭമുണ്ട്. അതൊന്നും നമുക്ക് ശരിയാവില്ല. വേറെ ഇപ്പോൾ ഏതാ ബിസിനസ് ഉള്ള? വേറെ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കട തുടങ്ങാം. ഇപ്പോൾ ഡെയിലി വില കൂടിക്കൊടുക്കുന്ന, വിറ്റാലും പൈസ കിട്ടും. പിന്നെ അതാണ് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ സ്വർണ്ണക്കട നല്ല ലാഭമുള്ള ബിസിനസ് അല്ലേ? ലാഭം മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് സ്വർണ്ണക്കടയിൽ ഉറപ്പിച്ച് മാറ്റില്ല. ഇല്ല, നമ്മൾ സ്വർണ്ണക്കട ഉറപ്പിച്ചു. അളിയ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. ഞാൻ അരിപ്പൊട്ടിയിൽ വെച്ച് 500 ഉറുപ്പ്യ വൈകുന്നേരം വരുമ്പോൾ 500 ഉറുപ്പ്യ കണ്ടെങ്കിൽ എൻ്റെ കാല് ഞാൻ തച്ചോടിക്കുന്നായേ. എടാ, അച്ഛനാ വിളിച്ചത്. അച്ഛൻ പറയുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്, അരിയിലോ പാട്ടയിലോ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാനെന്താ ചെയ്യുക? നമ്മൾ മക്കളായിപ്പോയില്ലേ, വേറൊരു വഴിയില്ലല്ലോ.